ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ എൻ്റെ പുതിയ വർക്ക് സ്പേസ് റെഡിയായി. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഫുള്ള് എന്താ പറയുക, സാധനങ്ങളെല്ലാം മാറ്റി മറിച്ച് കുറച്ച് സ്ഥലമൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കി. ഞാൻ ആക്ച്വലി ഈ ഒരു കോർണറിലാണ് വിചാരിച്ചത് എൻ്റെ ഓഫീസ് സെറ്റ് ചെയ്യാവുന്ന, ലൈക്ക് ടേബിൾ സെറ്റ് ചെയ്യാവുന്ന. പക്ഷേ അവിടെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് അതിൻ്റെ താഴെ നമ്മുടെ അമ്പലം ഉണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ടേബിള് ഇവിടെ സെറ്റ് ചെയ്തു ഗൈസ്. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്, മൈ ന്യൂ വർക്ക് സ്പേസ്. അപ്പം ഇനി തൊട്ട് ഇവിടെ ഇരുന്നിട്ടായിരിക്കും ഓഫീസ് ജോലിയൊക്കെ ചെയ്യുക. നല്ല വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഫ്രഷ് എയർ ഒക്കെ എനിക്ക് കിട്ടും, നല്ല വെളിച്ചം കിട്ടും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വാസ്തുവൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിനി ഈസ്റ്റിലോട്ട് നോക്കിയിട്ടിരുന്നിട്ടായിരിക്കും ജോലി ചെയ്യുക. അതാണ് ഈസ്റ്റ് ഡയറക്ഷൻ ഞങ്ങളുടെ. സോ ഞാൻ താഴെ എപ്പോഴും കിണറിലിരുന്ന് ഇരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ജലദോഷവും ഒക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മേളിലിരിക്കാം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹാളാണ്. അപ്പം അവിടെ ഇത് ശ്രീനേട്ടൻ്റെ വർക്ക് സ്പേസാണ്. ഇത് ആക്ച്വലി ശ്രീനേട്ടൻ്റെ വർക്ക് സ്പേസ് ആയിരുന്നു. ഞാനത് ഇപ്പോൾ ഹൈജാക്ക് ചെയ്തു. ശ്രീനേട്ടനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ആക്കി ഗൈസ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് അങ്ങനെ ഇന്ന് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. എൻ്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രീനേട്ടൻ്റെ മോസ്റ്റ്ലി വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ശ്രീനേട്ടൻ ചെക്ക് ചെയ്യുന്ന മെയിൽസും കാര്യങ്ങളുമൊക്കെ. ബട്ട് ഞാൻ ചെയ്യുന്ന ശ്രീനേട്ടന് സ്വന്തമായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ശ്രീനേട്ടന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് ജോലി ചെയ്യാൻ എൻ്റെ കൂട്ടല്ല. എനിക്കൊരു സ്പെസിഫൈഡ് ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ എനിക്ക് ജോലി ചെയ്യണം, ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ 8:30 ലോഗിൻ ചെയ്താൽ വൈകുന്നേരം ഒരു 5:30 വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്യും. നേരത്തെ ലോഗ് ഔട്ട് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്, മീറ്റിംഗ്സ് ഒന്നും ഇല്ലാത്തപ്പം. ബട്ട് ഐ എം ഓൾവേസ് അവൈലബിൾ ഓൺ മൈ ഫോൺ. ഞാൻ ഓപ്പറേഷൻസിലാണ്. അപ്പം 24/7 ഐ ഹാവ് ടു ബി അവൈലബിൾ. സോ അങ്ങനെ ഞാൻ എൻ്റെ പുതിയ വർക്ക് സ്പേസിൽ നിന്നാണ് ഇന്ന് തൊട്ട് ജോലി ചെയ്യുന്നത്. ഇന്ന് January 19th മൺഡേ. ഈ ആഴ്ച ഞാൻ ഹോം ഓഫീസാണ് ചെയ്യുന്നത്. താഴെ ഞങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ആ കാണുന്ന കോർണറിലായിരുന്നു ഞാൻ ആദ്യമേ എൻ്റെ ഓഫീസ് റൂം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഈ സ്പേസിൻ്റെ താഴെയാണ് ഞങ്ങളുടെ പൂജാ മുറി. അപ്പം മുറിയല്ല, പൂജ ചെയ്യുന്ന ഒരു ഷെൽഫ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മേളിലിരുന്ന് ചെയ്യണം, ലൈക്ക് ദാറ്റ്സ് നോട്ട് ഗുഡ്. ഭയങ്കര അന്ധവിശ്വാസിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് വാസ്തുവൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ എൻ്റെ ഓഫീസ് സ്പേസ് ഇങ്ങോട്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിക്ക് ഞാൻ ഇരിക്കുന്നതിൻ്റെ അടിക്കായിരിക്കുമല്ലോ അമ്പലം. അപ്പോൾ അതിനെ ഞങ്ങൾ വേറെ ഒരു ഡയറക്ഷനിലോട്ട് മാറ്റി. അപ്പം കുറേ ഞങ്ങൾ ഈസ്റ്റ് നോർത്ത് അതൊക്കെ നോക്കിയിട്ടാണ് മാറ്റിയത്. ഈസ്റ്റ് ഈസ് ഓൾവേസ് ഗുഡ്, ബിക്കോസ് അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. സൂര്യൻ്റെ ദിശയാണ്. അപ്പോൾ ഈസ്റ്റ് ഈസ് വെരി ഗുഡ്. നോർത്ത് ആകുമ്പോൾ കുബേര മൂലയാണ്. സോ കുബേര ഈസ് ലൈക്ക് പ്രോസ്പാരിറ്റി, മണി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഫോർ ജോബ് ആൻഡ് ഓൾ ഓഫ് ഇറ്റ്. സോ അതുകൊണ്ട് ഞങ്ങൾ താഴേന്ന് പൂജമുറിയുടെ ഡയറക്ഷൻ മാറ്റിയിട്ടോ. മുറി ഇരിക്കുന്നത് ടോട്ടലി ഓപ്പോസിറ്റ് സൈഡിലാണ്. നിങ്ങളത് പോയി കണ്ടിട്ട് വരും ഗൈസ്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ പൂജ ഷെൽഫ്. ഓക്കെ, ഞങ്ങൾ ആ പൂജ ഷെൽഫിനെ അവിടെ നിന്ന് മാറ്റി ഇവിടെ ആക്കി. എൻ്റെ ഓഫീസ് റൂം ആക്ച്വലി ഈ മണി പ്ലാന്റിൻ്റെ മേളിൽ വരും, ആ സൈഡിലായിട്ട് വരും. യെസ്, ആ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ പൂജാ റൂം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയത്. ബിക്കോസ് പൂജാ റൂമിൻ്റെ മേളിൽ ഓഫീസ് റൂം എനിക്ക് ആക്കണ്ടായിരുന്നു. സോ ഇവിടാണ് ഞങ്ങളുടെ പുതിയ പൂജ ഷെൽഫ്, അല്ലെങ്കിൽ പൂജാ റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇതും ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് ഗൈസ്. ഓക്കെ, സോ എങ്ങനെയുണ്ട്? അപ്പോൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സ്ഥലത്ത് തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ പൂജാമുറി മാറ്റി. അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങി. ഇവിടെ ഇച്ചിരി ഇവിടെയും തണുപ്പുണ്ട്. ഇവിടെ ഞങ്ങൾ ഹീറ്റർ അങ്ങനെ ഒത്തിരി ഹൈ ആയിട്ടൊന്നും ഇടാറില്ല. ഇപ്പോൾ ഞാൻ 2 ഹീറ്ററും കുറച്ച് നേരത്തേക്ക് ഓണാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണി തുടരട്ടെ. ഐ ഹോപ്പ്. അങ്ങനെ ഇന്ന് ലോഗൗട്ട് ചെയ്യുവാണ്. സമയം 5:30 കഴിഞ്ഞു. ഞാൻ അങ്ങനെ സുംബയ്ക്ക് പോകാൻ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകും. സോ ഇന്ന് മൺഡേ സ്റ്റാർട്ടിങ് ഓഫ് ദ വീക്കാണ്. സോ സുംബയ്ക്ക് പോവാണ്. നാളെ 7 മണിക്കാണ് സുംബ. ട്യൂസ്ഡേ 7 മണിക്കും ഫ്രൈഡേ 5 മണിക്കും. ബാക്കി ദിവസങ്ങളിൽ
ശനി ഞായറും ഇല്ല. ബാക്കി ദിവസങ്ങൾ ലൈക്ക് മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 6 മണിക്കാണ്. ഇപ്പം 5:30 കഴിഞ്ഞു. ഞാൻ പോയി റെഡി ആയിട്ട് പോട്ടെ. ഗൈസ്, സ്റ്റാർട്ടിങ് മൈ സുംബ അഗെയിൻ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഓൾമോസ്റ്റ് ഒരു 10 ദിവസത്തിന് ശേഷം പിന്നെ ഞാൻ സുംബയ്ക്ക് പോവാണ്. നല്ല തണുപ്പ്. ആഹാ, ഇത് നോക്കൂ. ചേട്ട ഡിക്കി അടയ്ക്കാതെ പോയത്. ഈശ്വര, ഇപ്പം ചേട്ട കടയിൽ പോയിട്ട് വന്നതേ ഉള്ളേ. ഡിക്കി അടയ്ക്കാതെ പോയി. ഓ, ഞാൻ ഇപ്പുറത്തുനിന്നല്ലല്ലോ, അപ്പുറത്തുനിന്നല്ല ഞാൻ്റെ. ചീനേട്ട കടയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അതാ ഞാൻ ലേറ്റായത്. ഓ, ഡിക്കി അടയ്ക്കാതെ പോയി. മഹാൻ. ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു ഗൈസ്. ഒരാഴ്ച ചെയ്യാത്ത എക്സസൈസ് മൊത്തം ഞാനിന്ന് ചെയ്തു. നല്ല ചുമയുണ്ട്. ഇനി പോയിട്ട് കിടപ്പാവോ എന്ന് എനിക്കറിയത്തില്ല. പോയിട്ട് നോക്കാം. ചുമയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ വേർത്തിട്ട് ഇങ്ങനെ തണുപ്പത്തോട്ടല്ലേ ഇറങ്ങിയ. അപ്പോൾ ഇനി ഇറങ്ങുമ്പോഴാണ് പനി പിടിക്കാൻ ചാൻസ് ഉള്ള. പക്ഷെ നല്ല സുഖമുണ്ട്. ആ വേർത്തിട്ട് തണുപ്പ് ചൂടത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തണുത്ത ബ്രീസ് അടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. 7 മണി കഴിഞ്ഞു. ഇത് കുട്ടികളുടെ പാസ്പോർട്ട് റിന്യൂവലിന് ഞങ്ങൾ മ്യൂണിക് ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയക്കുകയാണ്. സൗപ്പൂൻ്റെ 16 ഇയേഴ്സിൽ റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇത് 2 വർഷത്തേക്ക് അവൾക്കും റിന്യൂവൽ ഉള്ളൂ. നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇത് റിന്യൂ ചെയ്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്ത് അയക്കുകയാണ്. ഇത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇത് ഓൺലൈൻ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്, എല്ലാം അപ്ലോഡ് ചെയ്യുക, ഇൻക്ലൂഡിങ് പിക്ചർ, സിഗ്നേച്ചർ, എവറിത്തിങ്. പിന്നെ അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുക. നാട്ടിലെ അഡ്രസ്സ് പ്രൂഫ് നമ്മുടെ ആധാർ കാർഡ് വെച്ചാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് പാസ്പോർട്ട് ഡെലിവറി നമ്മുടെ ജർമ്മനി അഡ്രസ്സിലായിരുന്നു വേണ്ടത്. സോ അതിൻ്റെയും പ്രൂഫ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. സൗപ്പൂൻ്റെയൊക്കെ മുഖം നോക്കൂ. ഈശ്വര, ഇപ്പം ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ ഇഷ്യൂ ആവും. അതുകൊണ്ടാണ് പാസ്പോർട്ട് 5 വർഷത്തേക്കായിട്ടായിരുന്നത്. ഇതാണ് സൗപ്പുക്കുട്ടി. സൗപ്പുക്കുട്ടി എന്ത് ഡിഫറെൻ്റ് ആ മുഖം ഇതിനകത്ത്. ഇപ്പോഴത്തെ മുഖം നോക്കൂ ഗൈസ്. അതേ കൂട്ട് വൈഗയുടെ ഉണ്ട്. വൈഗയുടെ ഞാൻ കാണിക്കാം. ഇത് വൈഗയുടെ ഇപ്പോഴത്തെ മുഖം. അവളുടെ ഇതാണ് അവളുടെ പാസ്പോർട്ട് കാണിക്കാം. ഇത് നോക്കൂ ഗൈസ്, വൈഗക്കുട്ടി ക്യൂട്ടി ലിറ്റിലാണ്. സോ ഇത് അവളുടെ. ഇതിനാണ് കൊടുക്കണം. ഇത് കൊടുത്താൽ ഒരു 8 വീക്സിനുള്ളിൽ കിട്ടണം. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തെ സുംബ കഴിഞ്ഞ ഗൈസ്. വൈകക്കുട്ടി അവിടെ പോസ്റ്റായി. അവൾ കുറച്ച് സ്റ്റെപ്സൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് വിത്ത് സുംബ. ഇറ്റ്സ് ഓക്കെ. നല്ല തണുപ്പുണ്ട് ഗൈസ്. പെട്ടെന്ന് പോട്ടെ. ഇന്ന് ശ്രീനേട്ടൻ ബാംഗ്ലൂർ മേഘന ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പോയിട്ട് കഴിക്കണം. അപ്പം 8 മണി കഴിഞ്ഞിട്ട് 10 പോയിട്ടൊന്ന് മേല് കഴുകിയിട്ട് ബിരിയാണി കഴിക്കണം. Okay, so we are heading back home. Yum. Yum, 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 yum. I said yes. അപ്പോൾ ശരി ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു.
പുതിയ വിശേഷമായിട്ട് നാളെ കാണാം.